ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിന്നർ പ്രിപ്പറേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ചിക്കൻ കുറുമ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സവോളയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡാക്കി കൊടുക്കാവേ. ബട്ടർ വേണമെന്നില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ആഡാക്കി കൊടുത്താൽ മതി. കുറച്ച് ടേസ്റ്റ് കൂടി നിൽക്കും, അതിന് വേണ്ടിയിട്ട് അതൊന്ന് ആഡാക്കി കൊടുത്താൽ. അതിനുശേഷം അതെല്ലാം നല്ല വഴറ്റിയിട്ട് ഒരു കാര്യം മറന്നുപോയി, ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് നമ്മുടെ ആ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട ഗ്രാമ്പൂ, ഇതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് നല്ല വഴറ്റിയെടുക്കാൻ. വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ ഗരം മസാലയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു മിക്സിക്കകത്ത് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്തിട്ട് നമ്മുടെ കാഷ്നട്ടില്ലേ, കാഷ്നട്ട് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണേ. അപ്പോൾ കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം ഈ പേസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വെള്ളവും നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഭയങ്കര തിക്ക് ഗ്രേവി പോലെയാണ് വേണ്ടെങ്കിൽ വെള്ളം പിന്നീട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. കുറച്ച് നീണ്ടിരിക്കേണ്ടവർക്ക്, കുറച്ച് ലൂസായിട്ട് വേണ്ടവർക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളറ് വേണ്ടവർക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിൻ്റെ ആവശ്യത്തിന് വീണ്ടും നമുക്ക് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയാവുന്നതാണേ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പരീക്ഷണമായിരുന്നു, ബട്ട് നല്ല ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ട് എന്തായാലും ഇത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ഡിഷാണ്. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ ആണ്. ബ്രെഡിൻ്റെ കൂടെയോ പിന്നെന്താ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് പോവും. അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിതൊന്നും ആഡ് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.